ഹായ്, ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബിഹൈൻഡ് പേഴ്സൺ എന്ന എഫക്റ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ വീഡിയോ ഫയൽ ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത അപ്പർ ലെയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കട്ടൗട്ട് എന്ന ഓപ്ഷനിൽ വന്നിട്ട് ഓട്ടോ കട്ടൗട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആകണം. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ലെയർ നിങ്ങൾ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടെക്സ്റ്റ് ലെയർ നമ്മുടെ 2 വീഡിയോ ലെയറിൻ്റെ മിഡിലായിട്ടായിരിക്കണം വരേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പം കുറച്ച് ഫോണ്ട് സൈസ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഗ്ലോ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വരാം, ഇഷ്ടമുള്ള ഗ്ലോ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഗ്ലോ എഫക്റ്റ്. നിങ്ങൾക്കിവിടെ ഗ്ലോയുടെ ഇൻറ്റൻസിറ്റിയും റേഞ്ചും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻറ്റൻസിറ്റി കൂട്ടുവാണെങ്കിൽ ഇങ്ങനെ വരും. ഞാനിപ്പോൾ ഏകദേശം ഒരു 40 ഈ ഒരു റേഞ്ചിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ടെക്സ്റ്റ് ബിഹൈൻഡ് പേഴ്സൺ എന്ന എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള ആകെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഹ്യൂമൻ ബോഡിയിൽ മാത്രമേ വർക്കാവുള്ളൂ, ഈ ഓട്ടോ കട്ടൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതല്ല, നിങ്ങൾക്ക് ബിൽഡിങ്ങോ ആനിമൽസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമൈസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. അത് പക്ഷേ പ്രോ വെർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇതേപോലെ നിങ്ങൾക്ക് ഈ എഫക്റ്റ് ഹ്യൂമൻ ബോഡി വെച്ചുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.